നമ്മളൊക്കെ ജോലിയുടെ സ്ഥലത്ത് നമ്മൾ പോലും അറിയാതെയാണ് ചിലരുമായി വല്ലാത്തൊരു ഫ്രീക്വൻസി മാച്ച് ഉണ്ടാവുന്നതും പെട്ടെന്ന് ഫ്രണ്ട്സ് ആവുന്നതും. അതിപ്പോൾ ഒരേ പ്രായത്തിലുള്ള കുട്ടികൾ, ഒരേ പ്രശ്നങ്ങൾ നേരിടുന്നവർ, ചിലപ്പോൾ ചില അസുഖങ്ങൾ ഒക്കെ ആവാം ആ ഫ്രീക്വൻസി മാച്ചിൻ്റെ കാരണങ്ങൾ. പക്ഷേ നമ്മൾ കാണുന്നത് പോലെ ഓപ്പോസിറ്റ് സൈഡിലുള്ളവർക്കും തോന്നണം എന്നൊന്നുമില്ലല്ലോ. നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ അളവുകൾ വെച്ച് നമ്മൾ അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ട്രസ്റ്റ് വർത്തി ആയി കാണുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഓഫീസ് പൊളിറ്റിക്സിൻ്റെ ഒരു ഭാഗം മാത്രമാവും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്. അവളെ വിശ്വസിക്കാമോ എന്ന് കൂടെയുള്ള മറ്റു കൊളീഗ്സ് പറയുമ്പോൾ അവൾ നല്ലതാണെന്ന് വാദിച്ച് പിന്നീട് ഒരിക്കൽ നമുക്ക് വർക്ക് പ്ലേസിൽ കിട്ടിയ ഒട്ടുമുക്കാ പണികൾക്ക് പിന്നിലും അവളുടെ ഒരു കയ്യൊപ്പുണ്ടെന്ന് നമ്മൾ അറിയുന്ന നിമിഷം അത് തെറ്റാവണേന്ന് മനസ്സിനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ച് പണി കിട്ടാതിരിക്കാൻ വേണ്ടി ആളുടെ അടുത്ത് നിന്നും ഒരു ഡിസ്റ്റൻസ് ഇടാൻ ശ്രമിച്ചിട്ടും മനസ്സിൻ്റെ ഉള്ളിൽ അവളോട് ഒരു തുറന്നു പറച്ചിൽ നടത്തി കാര്യം സത്യം തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ പലതവണ ആലോചിച്ചും അങ്ങനെ ദിവസങ്ങൾ കടന്നുപോകും. പിന്നീട് ആ വർക്ക് പ്ലേസിൽ നിന്ന് മാറിയിട്ട് പോലും ആ നമ്പർ ബ്ലോക്ക് ആക്കാതെ അവൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിലോ എന്ന് കരുതി അങ്ങനെ ഈയിടെ വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടപ്പോൾ ഇനി ആ അപ്ഡേറ്റ്സ് അറിയണ്ട എന്ന് കരുതി സ്റ്റാറ്റസ് ഹൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോഴും ചെയ്തിട്ടില്ല.